الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരീ സഹോദരന്മാരെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരങ്ങളെ, വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ, അവർക്കെല്ലാം തന്നെ തൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇറക്കി വെക്കുക എന്നുള്ളത് അതൊരു വലിയ വിശാലമായ അനുഗ്രഹമാണ്. തൻ്റെ പ്രശ്നങ്ങൾ ഒരാളോട് ഏറ്റുപറയുക അതൊരു വലിയ പ്രതീക്ഷയാണ്. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന നമുക്കതൊരു വലിയ പ്രതീക്ഷയാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എല്ലാം ശരിയാകും എന്നുള്ള ഒരു വലിയ ശുഭപ്രതീക്ഷയിലാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ ചില ആളുകൾ, വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, ചില ആളുകൾ ഫമിനന്നാസി, ചില മനുഷ്യന്മാർ മയഖൂലു, അവർ പറയുന്നു റബ്ബന ആതിനാ ഫിദ്ദുനിയ, അവർ ഞങ്ങളെ റബ്ബേ നീ ഞങ്ങൾക്ക് ഇഹലോകത്ത് നീ അനുഗ്രഹം നൽകണമേ എന്നവർ പ്രാർത്ഥിക്കുന്നു. അവർ ദുനിയാവിൻ്റെ വിഷയങ്ങൾ, ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ, ദുനിയാവിലെ മറ്റു കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, എന്നാൽ അവർക്ക് ഇഹലോകത്ത് മാത്രമുള്ള പ്രാർത്ഥനയുള്ളൂ, അതിൻ്റെ ഓഹരിയുള്ളൂ, അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിശ്വാസി എന്ന് പറയുന്നത്, അവിടെയാണ് ഒരു വിശ്വാസി വേറിട്ട് നിൽക്കുന്നത്. അവൻ ദുനിയാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയോ പരിശ്രമിക്കുകയോ ചെയ്യേണ്ടവനല്ല. മറിച്ച് വിശ്വാസികൾ എങ്ങനെയായിരിക്കണം, അതും ഖുർആൻ പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം വമിൻഹും, എന്നാൽ ചിലരുണ്ട് മയഖൂലു, അവർ പറയുന്നു റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ഞങ്ങളെ റബ്ബേ ഇഹലോകത്തും നീ നല്ലത് തരണേ, അതുപോലെ തന്നെ പരലോകത്തും നീ ഞങ്ങൾക്ക് നല്ലത് തരണേ, അതുമാത്രമല്ല നരകശിക്ഷയിലും നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണേ എന്ന് ആളുകൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ രണ്ടു കാര്യങ്ങളും ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാന്ത്രികമായ കുറേ പ്രാർത്ഥനകൾ കാണാതെ പഠിച്ചിങ്ങനെ ഉരുവിടുകയല്ല, മറിച്ച് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ പ്രാർത്ഥന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന, മദ്രസാ തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കാണാപ്പാടമാണ്.
നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മൾ യാന്ത്രികമായി പ്രാർത്ഥിച്ചു പോകാറുണ്ട്. പക്ഷേ എന്താണ് ഈ പ്രാർത്ഥന? നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ ധാരാളമായി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ എന്ന് പറയുന്ന പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുക മാത്രമല്ല, അത് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചത് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. നബി പ്രത്യേകമായി എടുത്തു പറഞ്ഞ പ്രാർത്ഥന. നബി ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ മഹത്തരമായ ഇബാദത്തായ ഹജ്ജ് കർമ്മത്തിലും അതുപോലെ തന്നെ ഉംറ കർമ്മത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കർമ്മങ്ങളിലെല്ലാം പ്രത്യേകമായ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടില്ല. ഈ പ്രാർത്ഥന പഠിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട തവാഫിൽ കഅബാലയം തവാഫ് ചെയ്യുന്ന സമയത്ത് റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലെത്തുമ്പോൾ, അതായത് തവാഫ് ചെയ്യുന്നത് 7 തവണയാണ്. അതിൽ റുക്നുൽ യമാനി എത്തുമ്പോൾ അവിടെ നിന്നും ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രാർത്ഥനയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അത് ഹജറുൽ അസ്വദ് വരെ പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ പ്രത്യേകം നിർദ്ദേശിച്ചു. എന്നാൽ അതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എവിടെയും പ്രത്യേകമായ പ്രാർത്ഥനകൾ പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടില്ല. പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും തവണ പ്രാർത്ഥിച്ചത് ഇതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ നാസിറു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, വഹസനത്തുൽ മത്ലൂബത്തു ഫിദ്ദുനിയ യദ്ഖലു ഫീഹാ കുല്ലു മാ യഹ്സുനു വഖ്ഹു ഇൻദൽ അബ്ദ്. ഒരു അടിമ, ഒരു അബ്ദ്, അവൻ പ്രതീക്ഷിക്കപ്പെടുന്ന ഹസനാത്തുകളുണ്ട്. എവിടെ? അവൻ്റെ ദുനിയാവിലും അവൻ്റെ ആഖിറത്തിലുമുള്ള ഹസനാത്തുകൾ, അവൻ്റെ നന്മകളുണ്ട്. ഈ നന്മകൾ മുഴുവനും അവന് ഇഷ്ടമുള്ളതാകണം, അവന് ഗുണപ്രദമായ കാര്യങ്ങളാകണം. അതെല്ലാം തന്നെ ഈ പ്രാർത്ഥനയിലുണ്ട് എന്ന. അവൻ എന്തൊക്കെ വിഷയങ്ങൾ അവനുള്ളത്? ദുനിയാവിൻ്റെ വിഷയങ്ങൾ ഇറക്കി വെക്കാനുണ്ടോ? പരലോകത്തിൻ്റെ വിഷയത്തിൽ അവൻ ആശങ്കയുണ്ടോ? എന്നാൽ അതെല്ലാം ഇതിലുണ്ട് എന്ന് ഷെയ്ഖ് അത് വിശദീകരിക്കുകയാണ്. അദ്ദേഹം 15ഓളം കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അതിൽ അദ്ദേഹം എണ്ണി 15 കാര്യങ്ങൾ പറഞ്ഞു. മിൻ റിസ്ഖിൻ ഹനീഇൻ വാസിഹിൻ ഹലാൽ, ആശ്വാസകരമായ വിശാലമായ ജീവിതോപാധിയാണ്, ഭക്ഷണമാണ്. ഒരു മനുഷ്യൻ്റെ ഹലാലും ഹറാമും ഒക്കെ അവൻ്റെ ക്രയവിക്രയങ്ങളിലെല്ലാം നിഴലിച്ചു കാണുന്നത് അവൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ്. വസൗജത്തിൻ സ്വാലിഹ, നല്ല ഒരു ഇണയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ വലദിൻ തഖറഹു മിൻ ഐൻ, കൺകുളിർമയുള്ള സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. വറാഹത്തിൻ, മനസ്സിൻ്റെ സമാധാനമാണ്. അദ്ദേഹം ഇങ്ങനെ എണ്ണി പറയുകയാണ്. വഇൽമിൻ നാഫിഅൻ, ഉപകാരപ്രദമായ വിജ്ഞാനം. വഅമലിൻ സ്വാലിഹിൻ, അവൻ്റെ സൽക്കർമ്മങ്ങൾ. വനഹ്വിൻ ദാലിക, ഇതുപോലെയുള്ളതെല്ലാം. വഹസനത്തിൽ ആഖിറ, ഇനി പറയാൻ പോകുന്നത് പരലോകത്തിൻ്റെതാണ്. അതായത് ഇത്രയും കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞത് ഇഹലോകത്തിലാണ്. അവൻ്റെ റിസ്ക്കാണ്, അവൻ്റെ ഇണയാണ്, അതുപോലെ തന്നെ അവൻ്റെ കൺകുളിർമയുള്ള സന്താനങ്ങളാണ്, അവൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഉണ്ടാകേണ്ട മനസ്സിൻ്റെ സമാധാനമാണ്, അതിനുപകരിക്കുന്ന അവൻ്റെ വിജ്ഞാനമാണ്, അവൻ്റെ സൽക്കർമ്മങ്ങളാണ്. ഇനി അതിലെന്തൊക്കെ പെടുമോ അതെല്ലാം. അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്, ചുരുക്കി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതുപോലെയുള്ളതല്ല. കാരണം എന്താണ്? എല്ലാവരും വ്യത്യസ്തരാണ്. എൻ്റെ പ്രശ്നങ്ങളോ എൻ്റെ പ്രയാസങ്ങളോ എൻ്റെ ആഗ്രഹങ്ങളോ അല്ല മറ്റുള്ളവർക്ക്. അതുകൊണ്ട് ഓരോ വ്യക്തികളുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്താണോ അതെല്ലാം അവർക്കുള്ളതുപോലെ തന്നെയാണ് ആ പ്രാർത്ഥനയുള്ളത്. വഹസനത്തുൽ ആഖിറ, ഇനി പരലോകത്തിലെ നന്മയെന്ന് പറഞ്ഞാൽ ഹിയ സലാമത്തു മിനൽ ഉഖൂബാത്ത് ഫിൽ ഖബരി വൽ മൗഖിഫി വന്നാർ. നോക്കൂ നിങ്ങൾ, പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ബർസഖിയായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം അവിടെയും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ബർസഖി ജീവിതം എത്ര കാലമാണെന്ന് പോലും നമുക്കറിയില്ല. എങ്കിൽ പോലും അവിടെ ആ ഖബറിൽ അവന് തണുപ്പുണ്ടാകുവാൻ, അവന് സുഖസുന്ദരമായി അവനവിടെ ചെലവഴിക്കുവാൻ, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയുണ്ടാകുവാൻ അതിൽ ഉൾക്കൊള്ളുന്നു. പരലോകത്തിലെത്തുന്നതിന് മുമ്പാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അതുകൊണ്ട് തന്നെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പുള്ള അവൻ്റെ ഖബർ ജീവിതം, പരലോകത്ത് വിചാരണയ്ക്ക് മുമ്പുള്ള പരലോകത്തെ കാത്തുനിൽപ്പ്, പിന്നീട് വിചാരണയും, പിന്നീട് അവൻ്റെ നരകത്തിൽ രക്ഷയും, പിന്നീടുള്ള സ്വർഗപ്രവേശനവും, അവിടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും, വൽ ഫൗസു ബിൻ നഈമിൽ മുഖീം, ശാശ്വതമായ അനുഭൂതികളുടെ വിജയത്തിൻ്റെ സ്വർഗപ്രവേശനവും, വൽ ഖർബു മിർ റബ്ബിർ റഹീം, പരമകാരുണ്യകനായ റബ്ബിൻ്റെ സാമീപ്യവും. നോക്കൂ നിങ്ങൾ, ഇതെല്ലാം ഒരു മനുഷ്യന് അവനിവിടെ ഭൂമിയിൽ പിറന്ന് അവൻ മരണപ്പെട്ട് അവൻ്റെ ഖബറും വിചാരണയും കഴിഞ്ഞ് അവൻ്റെ സ്വർഗനരക വിചാരണകൾ കഴിഞ്ഞ് അവൻ്റെ അള്ളാഹുവിൻ്റെ തൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ട് അവൻ മടങ്ങുന്നത് വരെയുള്ളതിൻ്റെ ആകത്തുക ഈ പ്രാർത്ഥനയിലുണ്ട് എന്നാണ്.
ഇപ്പോൾ യാന്ത്രികമായി നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരാ. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന പരിപൂർണമായതും എല്ലാം ഉൾക്കൊള്ളുന്നതുമാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ولهذا كان النبي صلى الله عليه وسلم يكثر من الدعاء به والحث عليه. പ്രവാചകൻ ധാരാളമായി പ്രാർത്ഥിച്ചതും കൽപ്പിച്ചതും അതുകൊണ്ടാണ്. ഈ 15ഓളം കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു എന്ന് അദ്ദേഹം പറയുന്നു. നോക്കൂ നിങ്ങൾ, റിസ്ക് എന്ന് അദ്ദേഹം ഒന്നാമതായി എണ്ണിയത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ്റെ ഹലാലായ ജീവിതത്തിലെ ഹലാലായ കാര്യങ്ങൾ നടക്കുന്നത് എവിടെ വെച്ചിട്ട്, എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങൾ റിസ്ക്കിലാണ്, അവൻ്റെ സമ്പാദ്യത്തിലാണ്. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബൻ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യരെ, ഭൂമിയിലുള്ളതിൽ നിങ്ങൾ അനുവദനീയമായതും വിശിഷ്ടമായതും നിങ്ങൾ കഴിക്കണം. അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഹലാലൻ ത്വയ്യിബൻ, നല്ലത് കഴിക്കണം. എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് എന്തല്ല, ഒരു മനുഷ്യനൊരു വിശ്വാസിക്ക് പ്രത്യേകിച്ച് പാടില്ല. അതുകൊണ്ട് നിങ്ങൾ വിശിഷ്ടമായി നിങ്ങൾ കഴിക്കണം. എന്നിട്ട് പറഞ്ഞു, വലാ തത്തബിഉ ഖുതുവാതി ശയാത്തീൻ, നിങ്ങൾ എന്ത് ചെയ്യരുത്, പിശാചിൻ്റെ കാലടിപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. എവിടെയും തെറ്റിപ്പോകുന്ന ഒരു വിഷയം, എവിടെയും മനുഷ്യൻ ആർത്തി പൂണ്ട് അവൻ്റെ വയറ് നിറക്കുവാൻ വേണ്ടി ആർത്തി പോകുന്നത് എവിടെയാണ്? അവൻ ഹറാമായ മാർഗത്തിലൂടെ കടന്നു പോവുകയാണ്. അവിടെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അയ്യുഹന്നാസ് ഇന്നല്ലാഹ ത്വയ്യിബുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മനുഷ്യരെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു നല്ലവനാണ്. ലാ യുഖ്ബലു ഇല്ലാ ത്വയ്യിബൻ, അല്ലാഹു നല്ലതല്ലാതെ സ്വീകരിക്കുകയില്ല. വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, അല്ലാഹു പ്രവാചകന്മാരോടും അതുപോലെ തന്നെ സത്യവിശ്വാസികളോടും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ നല്ലത് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലത് കഴിക്കണം, നല്ലത് ഭക്ഷിക്കണം, പിശാചിൻ്റെ കൽപ്പാടുകളെ പിന്തുടരരുത്. യാ അയ്യുഹർ റസൂലു, മുർസലീങ്ങളെ, പ്രവാചകന്മാരെ, കുലൂ മിൻ ത്വയ്യിബാതി വഅമലൂ സ്വാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ദൂതന്മാരെ, പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, വിശിഷ്ട വസ്തുക്കളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷിക്കണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. കാരണം നല്ലത് ഭക്ഷിച്ചാലേ എന്തേ ഉള്ളൂ, ആ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. യാ അയ്യുഹന്നാസ് യാ അയ്യുഹല്ലദീന ആമനു എന്നൊക്കെ കാണുന്ന എന്ന ആയത്തുകളിൽ കടന്നു പോകുമ്പോൾ കാണാം, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. സത്യവിശ്വാസികളെ, അല്ലെങ്കിൽ മനുഷ്യരെ, അല്ലാഹു നൽകിയതിൽ നിങ്ങൾ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായി നിങ്ങൾ കഴിക്കണം. അല്ലാഹുവോട് നിങ്ങൾ നന്ദി കാണിക്കണം. അവിടെ നന്ദി കാണിക്കുകയും വിശിഷ്ടമായത് കഴിക്കുകയും ഹലാലാവുകയും എന്നൊക്കെ പറയുന്നിടത്തൊക്കെ എന്തുണ്ട്? അതൊക്കെ അള്ളാഹു അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഈ ആയത്ത് ഓതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ ദക്കറ റജുലു യുതീലു സഫറ ഇസ്അസ അഖബറ, ഒരു മനുഷ്യൻ ദീർഘമായ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അയാളെക്കുറിച്ച് റസൂലുള്ള പറയാ, ഒരു മനുഷ്യൻ്റെ യാത്ര, അയാൾ ദീർഘനേരമല്ല, ദീർഘദിവസങ്ങൾ യാത്ര ചെയ്യുന്നു. അയാളുടെ ശരീരത്തിൽ ഒരുപാട് ചെല പിടിച്ചിട്ടുണ്ട്, അയാൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്, അയാളുടെ വസ്ത്രവും ശരീരവുമെല്ലാം മുഷിഞ്ഞു നാറിയിട്ടുണ്ട്. എന്നിട്ട് അയാൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് അയാൾ പ്രാർത്ഥിക്കുന്നു. റസൂൽ നല്ലൊരു ഉദാഹരണം പറയണത്. അയാൾ, ഒരു മനുഷ്യൻ, ഒരാള് അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമാണ്. ഹറാം, അയാളുടെ വെള്ളം ഹറാമാണ്. ഹറാം, അയാളുടെ വസ്ത്രം ഹറാമാണ്. ഹറാം, അയാൾ മൊത്തത്തിൽ ഹറാമിൽ ഊട്ടപ്പെട്ട ആളാണ്. പിന്നെ എങ്ങനെ അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും? എങ്ങനെ ഉത്തരം കിട്ടും? അതാണ് നേരത്തെ പറഞ്ഞത്. അള്ളാഹു ഈ വിശുദ്ധ ഖുർആനിലൂടെ ആയത്തുകളിലൂടെ കടന്നു പോയപ്പോൾ വിശിഷ്ട ഹലാല് കഴിക്കണം, അത് നല്ലതാകണം, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം എന്നൊക്കെ പറഞ്ഞെടുത്ത് ഈ വിഷയങ്ങളെ കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഒന്നാമതായി എണ്ണിപ്പറഞ്ഞ റിസ്ഖുമായി ബന്ധപ്പെട്ട, ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു, പ്രവാചകൻ ഇങ്ങനെയായിരുന്നു, ഇദാ സല്ല സുബ്ഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. പ്രവാചകൻ സ്ഥിരമായി സുബ്ഹ് നിസ്കാരത്തിന് ശേഷം 3 തവണ കുറഞ്ഞത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. നോക്കൂ നിങ്ങൾ, ഹലാലായ സമ്പാദ്യം, ഹലാലായ ഭക്ഷണം, സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. തീർന്നോ? സലഫ് സാലിഹീങ്ങൾ, സഹാബ വനിതകൾ
അവർ സഹാബാക്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ രാവിലെ അവരെഴുന്നേറ്റ് ഭക്ഷണത്തിന് വേണ്ടി ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവർ പറയും, ആരാ പറയുന്നത്? ഇബ്നു ഖുദാമ അൽ മഖ്ദസി റളിയല്ലാഹു അൻഹു പറയാ, അദ്ദേഹം പറയാ, ഖാല ഇബ്നു ഖുദാമ അൽ മഖ്ദസി റഹ്മഹുല്ലാഹ് കാന റജുലു ഇദാ ഖറജ മിൻ മൻസിലിഹി, തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ പുരുഷൻ ആണിറങ്ങിപ്പോകുമ്പോൾ യഖൂലു ലഹു അഹ്ലഹു, അവരെ വീട്ടുകാർ പറയും, എന്താ പറയുന്നോ? ഇയ്യാക വഖസബൽ ഹറാം ഫഇന്നാ നസ്ബിറു അലൽ ജൂഅ് വലാ നസിറു അലൻ നാർ. അവർ പറയാ, ഞങ്ങൾ 3 ദിവസമായി പട്ടിണിയിലാണ്. ആരോടെ പറഞ്ഞ? ഭർത്താവിനോട് പറയാണ്, ഭാര്യ പറയാ, ഞങ്ങളും കുട്ടികളുമൊക്കെ 3 ദിവസമായി പട്ടിണിയിലാണ്. ഞങ്ങൾ ഇനിയും പട്ടിണി കിടക്കാൻ, വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ നരകത്തിലേക്ക് പോകാൻ ഞങ്ങൾ റെഡിയല്ല. കാരണം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലു ജുസ്മിൻ നബദ മിൻ സൗത്തി ഫന്നാറു ഔലാ ബിഹി. ഏതൊരു ശരീരമാണ് ഹറാമിലൂടെ ഊട്ടപ്പെട്ടത് അതിന് അർഹമായത് നരകമാണ്. കണ്ടോ, ഈ ഹദീസ് മനസ്സിലാക്കി, പ്രവാചകന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കി, ആയത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയാം, ഞങ്ങൾ ഇനിയും പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാ, പട്ടിണി കിടന്ന് ഞങ്ങൾ മരിച്ചോളാം, പക്ഷേ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ഇനിയും സഹിക്കാൻ, നിങ്ങൾ ഹറാമായത് കൊണ്ടുവരരുത്, ഹറാമായ ഒരു വസ്തുവും നിങ്ങൾ കൊണ്ടുവരരുത്. നമ്മൾ ചിന്തിക്കണം, നമ്മളൊക്കെ ചിന്തിക്കണം, കോമൺ ആയിട്ട് ചിന്തിക്കണം. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വീട് നിർമ്മാണം, നമ്മുടെ വാഹനം, നമ്മുടെ കച്ചവടം, നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെറിയ ചെറിയ ഹറാമുകളിലൂടെ പോകുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ സമ്പാദ്യം അല്ലേ, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നില്ല, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നില്ല. നമുക്ക് ഹറാമായതുണ്ടോ? സമ്പാദ്യത്തിൽ ഹറാമായതുണ്ടോ? അതല്ല ഹലാലാണോ എന്ന് പരിശോധിക്കപ്പെടണം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, അല്ലേ? ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നു എന്ന. രണ്ടാമതായി പറഞ്ഞ എന്താ? സോലിഹത്തായ ഒരു ഭാര്യയെക്കുറിച്ചാണ്, സോലിഹത്തായ ഒരു ഇണയെക്കുറിച്ചാണ്, ഭാര്യയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സഹാബാക്കൾ ചോദിച്ചു, നബിയേ, ജനങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? സമ്പാദ്യമുണ്ട്, സ്വർണവും വെള്ളിയൊക്കെ അവർ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്. ഞങ്ങൾ എന്താണ് സമ്പാദിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ഷാക്കിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നന്ദിയുള്ള ഹൃദയത്തിൻ്റെ ഉടമയാകണം. വലിസാനം ദാക്കിറ, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവ്. വസൗജത്തൻ മുഅ്മിനത, നോക്കൂ നിങ്ങൾ, പരലോക കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന സത്യവിശ്വാസിയായ ഒരു ഇണയാണ്. നേരത്തെ പറഞ്ഞ കാര്യം ഇതും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്ത നമ്മളെ ഭാര്യമാരാ, നമ്മുടെ ഇണകളാണ്, തിരിച്ചുമുണ്ട്. അതുകൊണ്ട് നിനക്ക് പരലോകം നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബമായി ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ആലോചിക്കേണ്ടത്, ഭാര്യാഭർത്താക്കന്മാർ കുടുംബം ആലോചിക്കേണ്ടത് എന്താണ്? അവൾ കാരണം, അവൻ കാരണം എൻ്റെ പരലോകം നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് ചിന്തിക്കേണ്ടത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സോലിഹത്തായ ഒരു ഭാര്യ എന്നാണ് ഹദീസിൽ വന്നതെങ്കിൽ പോലും ഇണ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരസ്പരം എന്താക്കണം? പരസ്പരം പരലോകം നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള കാര്യങ്ങളായിരിക്കണം ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പലപ്പോഴും തെറ്റിപ്പോകുന്നത് ഭാര്യമാരുടെ ചൊറിച്ചിൽ കാരണമാണ്. ഹറാമായ കാര്യത്തിലൂടെ സഞ്ചരിക്കാൻ പലർക്കും അവസരമുണ്ടാകുന്നത്, അല്ലെങ്കിൽ പലരും അതിലെത്തിപ്പെടുന്നതാണ്. തൃപ്തിയല്ല, തൻ്റെ ജീവിതത്തിൽ തൃപ്തികരമല്ല, തൻ്റെ കുടുംബത്തിൽ താൻ വെച്ച ആ ചെറിയ വീട്ടിൽ താമസിക്കാൻ തൃപ്തമല്ല, അപ്പുറത്തുള്ള അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അവരുടെ വീട്ടിലുള്ള അത് കണ്ടിട്ട് അവിടെ ഉണ്ടല്ലോ, ഇവിടെയും അങ്ങനെ വേണം, നമ്മുടെ വാഹനം പഴയതാണല്ലോ, പുതിയതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹറാമായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പലപ്പോഴും ആണുങ്ങൾ എത്തിപ്പെടുന്നത് ഈ ഒരു കാരണമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, പരസ്പരം പരലോകം നഷ്ടപ്പെടാതെ ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ അതൊക്കെ യാന്ത്രികമായ പ്രാർത്ഥനയായിരിക്കും. അതുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം. പരലോകത്ത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ സഹായിക്കുക എന്നത് സ്വാലിഹത്തായ ഒരു ഇണയുടെ പ്രത്യേകതയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പലപ്പോഴും ഒരു കല്യാണമൊക്കെ അന്വേഷിക്കുമ്പോൾ അത് നമ്മൾ അന്വേഷിക്കാറില്ലല്ലോ, ഉണ്ടോ? അത് നമ്മുടെ ചിന്തയിൽ പോലും വരാറില്ല. പരലോകം നഷ്ടപ്പെടുന്ന ഒരു പെണ്ണാകരുത്, നമ്മുടെ ചിന്തയിൽ പോലും വരാറില്ല. ഭൗതികമായ പഠനവും ഭൗതികമായ കാഴ്ചപ്പാടുകളും അവരെ വീടും അവരെ സ്റ്റാറ്റസും ഒക്കെ അന്വേഷിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മക്കൾക്കോ നമുക്കൊക്കെ കല്യാണം ആലോചിക്കുക. അത് പോട്ടെ, അപ്പം അത് ചിന്തിക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സമാധാനപൂർണമായ ജീവിതത്തിന്, റബ്ബിനെ ഭയപ്പെടുന്ന ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന, ഭർത്താവിൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന, സന്തോഷത്തിലും സന്താപത്തിലും താങ്ങും തണലുമായി കൂടെ ഉണ്ടാകുന്ന ഒരു ഇണ എന്ന് പറയുന്ന ജീവിതത്തിൽ വലിയ
വലിയ ആശ്വാസമാണ്. അതങ്ങനെ മനസ്സിലാക്കുക, അടിവരയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിൻ്റെ ബാക്കി വിശാലമായി നമ്മൾ ആലോചിക്കുക. സാലിഹത്തായ ഒരു കുടുംബം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞത്. ഒരു പെണ്ണിന് അത് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. സാലിഹത്തായ ഒരു പെണ്ണാണോ വീട്ടിലുള്ളത്, ആ കുടുംബം സമാധാനപൂർണ്ണമായിരിക്കുമെന്ന് നമുക്കെല്ലാം പിന്നെ അനുഭവിച്ചറിഞ്ഞവർക്കറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് മൂന്നാമതായി പറഞ്ഞത് കൺകുളിർമയുള്ള സന്താനങ്ങളാണ്. കൺകുളിർമയുള്ള സന്താനങ്ങൾ. ഇന്നിൻ്റെ പേടി എന്താ? ഒരു പ്രായപൂർത്തിയായ ഒരു മകളോ മകനോ വീട്ടിലുണ്ടെങ്കിൽ നാട്ടുകാരെയും അയൽവാസികളെയും കുടുംബക്കാരെയൊക്കെ വിളിച്ചിട്ട് പന്തലിട്ടിട്ട് ഒരു കല്യാണത്തിന് വിളിക്കാൻ വലിയ ധൈര്യമുള്ളവരാരും നമ്മുടെ കൂട്ടത്തിലില്ല. കാരണം എന്താ? എപ്പോഴാണ് ആരപ്പോൾ ഇറങ്ങിപ്പോവുക, ഇവൻ ആരെ കൂട്ടിക്കൊണ്ടിരുന്ന അറിയില്ല. അത്തരം ഒരവസ്ഥയാണുള്ളത്. ആകെ നാണം കെടുത്തുന്ന മാനം കെടുത്തുന്ന അവസ്ഥയിലേക്ക് മക്കൾ കൂപ്പുകുത്തിയിട്ടുണ്ട്. മക്കളെ തർബിയത്തും തസ്കിയത്തും ഒക്കെ പഠിപ്പിക്കേണ്ടതാരാ? രക്ഷിതാക്കളാണ്. അത് മദ്രസയിലോ പള്ളിയിലോ ഉള്ള ആളുകൾക്കുള്ള പണിയല്ല. ആ മക്കൾ എന്ന് പറയുന്നത് വലിയ പരീക്ഷണമാണ് സഹോദരങ്ങളെ. മക്കൾ വലിയ പരീക്ഷണമാണ്. അതിൽ ഖൈറും ഷർറും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കൺകുളിർമയുള്ള മക്കൾ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനയിൽ അകപ്പെട്ടതാണ്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി നല്ല മക്കളാകാൻ, സാലിഹായ മക്കളുണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നോക്കൂ നിങ്ങൾ, മക്കളുടെ പ്രാർത്ഥന എന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സംഭവം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹം ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ഒരു യാത്രയിലാണ്. അദ്ദേഹം ഒരു ഖബറിനടുത്ത് കൂടെ നടന്നു പോവുകയാണ്. ആ ഖബറിനടുത്തൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറാളി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അവൻ മനസ്സിലാക്കുകയാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഖബറാളി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നത് നരകത്തിലെ ശിക്ഷകൾ അയാളെ ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം യാത്ര കഴിഞ്ഞു മടങ്ങി തിരിച്ച് അതേ ഖബറിനടുത്തുകൂടെ പിന്നെ വൈകുന്നേരം സായാഹ്നത്തിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് ആ ഖബറിൽ കിടക്കുന്ന ഖബറാളി നരകത്തിലെ ആസ്വാദനങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനതാ സ്വർഗത്തിൻ്റെ അനുഭൂതികൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു. സ്വർഗത്തിൻ്റെ അനുഭൂതികളും ആനന്ദവും കാണിച്ചു കൊടുക്കുന്നു. രാവിലെ നരകത്തിലായിരുന്ന വ്യക്തി അതാ സ്വർഗത്തിൽ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, റബ്ബേ ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു മറുപടി കൊടുക്കുകയാണ്. എന്ത്? ആ ഖബറാളിയുടെ മകൻ ആ മകൻ തൻ്റെ ബാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, ആ റബ്ബ് അല്ലേ, എൻ്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കുന്നതാ. റബ്ബെ, എൻ്റെ ഉപ്പാൻ്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കുക, ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കുക എന്ന് തൻ്റെ കുട്ടി പ്രാർത്ഥിക്കുന്നത് തടുക്കാൻ എനിക്ക് ലജ്ജ തോന്നി എന്ന് റബ്ബ് പറയാ എനിക്ക് ലജ്ജ തോന്നി ആ ഖബറാളിയുടെ മകൻ്റെ പ്രാർത്ഥന തട്ടാൻ. അങ്ങനെ മകനും മകളുണ്ടാകാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കേണ്ടത് അല്ലേ? കോടികൾ കെട്ടിവെച്ച് അല്ലേ അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മളിടയിലും എല്ലാവരും വേണം. പക്ഷേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി അവരുടെ ഒരു അമല് കൊണ്ട് അത് നാളെ ഖബറിലേക്ക് തണുപ്പായി വരാൻ പ്രിയപ്പെട്ടവർ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം അല്ലേ? ജാമിയ അൽ ഹിന്ദിൽ നിന്നും 5 വർഷം ഡിഗ്രി കഴിഞ്ഞ ഒരു മകൻ, ആ മകനൊരു കല്യാണം അന്വേഷിച്ചപ്പോൾ എന്താ പണിയും ചോദിച്ചു. പണിയൊന്നും ആയിട്ടില്ല, പക്ഷെ എന്താ ഡിഗ്രി? ജാമിയ അൽ ഹിന്ദിൽ അഫ്ദുലുലുമ കഴിഞ്ഞതാ അല്ലേ? ഒരാളും കെട്ടിച്ചു കൊടുക്കണില്ല. എന്താ? ഓന് ഡിഗ്രി ഒന്നുമില്ല, ഓൻ അറബിക് കോളേജിൽ പഠിച്ചൊരു വ്യക്തിയാണ് അല്ലേ? അറബിക് കോളേജിൽ പഠിച്ച എന്താ? ഒന്നുമില്ല, സ്റ്റാറ്റസ് ഇല്ല. പറയാം എൻ്റെ മരുമകൻ അവന് ഈ ഡിഗ്രി ഉള്ളൂ എന്ന് പറയാൻ മാത്രമുള്ള ഒരു പിന്നെ എന്താ പറയുക, ഒരു കൊച്ചാക്കലാണ് സമൂഹം. അതാണോ വേണ്ടത്? ആണോ? 5 കൊല്ലം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിലെ ആളുകളെ ദഅ്വാ രംഗത്തേക്ക് കൊണ്ടുവരാൻ, അവർക്ക് തസ്കിയത്ത് പഠിപ്പിക്കാൻ പറ്റാവുന്ന കുറേ മക്കളെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നിങ്ങൾ ആലോചിക്കും, കുറേ മക്കളെ നമ്മൾ ഉണ്ടാക്കിയത്. 88ഓളം അൽഹിക്കിമമാരുണ്ട് അല്ലേ? അവരൊക്കെ ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിലും അവർ ദഅ്വാ പ്രവർത്തനങ്ങളാണ്. പക്ഷെ ഞാനൊരു സങ്കടം കൊണ്ട് പറയാം, നമുക്കുണ്ടായൊരു അനുഭവം. ഒരു കല്യാണം വെച്ചാൽ നമ്മളൊരു മകന് വേണ്ടി അന്വേഷിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞ മറുപടിയാണ്. അവർക്ക് സ്റ്റാറ്റസ് പോരാ. പക്ഷെ നമ്മൾ ആലോചിക്കണം, ആ മകൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പക്ഷേ ആ കുടുംബത്തിൻ്റെയും അതിലേക്ക് കടന്നു വരുന്ന കുടുംബത്തിൻ്റെയും ഒക്കെ രക്ഷയും സമാധാനവും അനുഗ്രഹവും ഒക്കെ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് തുറയിലും നമുക്കാകാം. ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, കൂലിപ്പണിക്കാരനാകാം. അവിടെയെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. അത് നമ്മുടെ മക്കൾ ആരായിരുന്നാലും
അവൻ ഏത് ജോലിയും ചെയ്തോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവിടെ നല്ല ഉപ്പയുടെയും ഉമ്മയുടെയും തസ്കിയത്തിൽ വളർന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉപകാരപ്പെടുന്ന നല്ലൊരു മകനായി മകളായി വരാൻ സഹോദരങ്ങളെ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ലേ പ്രാർത്ഥിച്ചു 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 അവസാനം കിട്ടിയ കുട്ടി. ആ പ്രാർത്ഥന എന്തായിരുന്നു? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹായ ഒരു സന്താനത്തെ. ഏതെങ്കിലും ഒരു കുട്ടിയല്ല. കുറേ ആൾക്കാർക്ക് മക്കളുണ്ട്, എനിക്കും ഒരു മകൻ വേണമെന്നല്ല, തരികയാണെങ്കിൽ എന്ത് വേണം? സ്വാലിഹായ സന്താനത്തെ തരണം. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. ആരുമായിക്കൊള്ളട്ടെ, പക്ഷെ സ്വാലിഹായ സന്താനത്തെ നീ തരണം. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. നോക്കൂ, അതിൻ്റെ ഒന്നാം ഭാഗം നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതാ, അതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതാ. പ്രവാചകന്റെ മുഴുവൻ പ്രാർത്ഥനയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം കലുഷിതമായ രൂപങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണമെന്ത്? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി, മക്ക നിർഭയത്വമുള്ള നാടായി മാറാൻ അദ്ദേഹം പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന ഈ ഇന്ത്യ രാജ്യം നിർഭയത്വമുള്ള നാടായി മാറാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വളരെ സുന്ദരമായി നമ്മൾ ഇരിക്കുകയാണ് അല്ലേ, ഒരു കുഴപ്പവും നമുക്കില്ല. AC ഉള്ള റൂമിൽ നമ്മൾ ജുമുഅ നിർവഹിച്ചു കൊണ്ടിരിക്കുക. ഇതെല്ലാം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്നിൻ്റെ സമയത്ത് ഫലസ്തീനിലെ മണ്ണിൽ മക്കൾക്ക് അവിടെ അവർക്ക് ഇങ്ങനെ ഒരു ഖുത്ബ നിർവഹിക്കുവാനോ കേൾക്കുവാനോ നിസ്കരിക്കുവാനോ അവർക്ക് സാധ്യമല്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതെല്ലാം മാറി മറയാം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, ഇവിടെ ഇസ്ലാമിക രാജ്യം വരാനല്ല, മറിച്ച് റബ്ബേ നിർഭയത്വമുള്ള ഒരു നാട് ഈ നാടിനെ നീ ആക്കി മാറ്റണം. ഇനിയും ഇവിടെ തുടരട്ടെ, സമാധാനം തുടരട്ടെ എന്നുള്ള പ്രാർത്ഥന. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വജ്നുബ്നി വനബിയ്യം അൻ തഅബുദുൽ അസ്നാം. എൻ്റെ രക്ഷിതാവേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കുകയും എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നത് അകറ്റി നിർത്തണം. ആലോചിച്ച്, ചില്ലറ കാര്യമല്ലത് അല്ലേ? ചില്ലറ കാര്യമാണോ? നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ച റബ്ബിനെ, ആ റബ്ബിനെ വണങ്ങുന്നതിന് പകരം മറ്റുള്ള ഇതര ആരാധ്യ വസ്തുക്കളെ, വിഗ്രഹങ്ങളെ, ശവകുടീരങ്ങളെ, ആരാധനാമൂർത്തികളെ ആരാധിക്കുക എന്ന് പറയുന്നത് പേടിക്കണം. മക്കളെയിലാ പോവുക, ഏതിലേക്കാ പോവുക, ചിന്തിക്കണം. അതുകൊണ്ട് ഓരോ വിഷയത്തിലും നമുക്ക് എന്ത് വേണം? ആ നിസ്കാരത്തെ അല്ലേ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആഇ. റബ്ബേ, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരാക്കണം. ആരെ? എൻ്റെ മക്കളെ, എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും അപ്രകാരമാക്കണേ. അപ്പോൾ നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. നാളെ പരലോകത്ത് ആദ്യത്തെ വിചാരണ നിസ്കരിച്ചോന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? നിസ്കാരം ഉണ്ടെങ്കിൽ, തൗഹീദും നിസ്കാരം ഉണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു, അവന് പേടിക്കാനില്ല. അപ്പം അതൊക്കെ മക്കൾ ഇതൊക്കെ നിർവഹിക്കുന്നുണ്ടോ? ആ നിസ്കാരം എന്താണ്? നിസ്കാരം ചീത്ത വൃത്തികളിൽ നിന്ന് മാറ്റി നിർത്തും. അപ്പം നിസ്കരിക്കുന്ന ആ ഒരു കുടുംബം, മക്കൾ, ഭാര്യ എന്നൊക്കെ പറയുന്ന സഹോദരങ്ങളെ, അതൊരു വലിയ ഘടകമാണ്. ആ വലിയ അനുഗ്രഹം എന്നുള്ളത് നിലനിർത്തണം. വാപ്പ വലിയ താടിയൊക്കെ വെച്ച് അല്ലേ പള്ളിയിലും ഒക്കെ സ്ഥിരമായിട്ടുണ്ടാവും, പള്ളിയിലത്തെ സെക്രട്ടറിക്കാരൻ. പക്ഷേ മക്കളൊക്കെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതിലായിരിക്കും. അതൊന്നും ആകരുത്. മക്കളൊരു പരീക്ഷണം. അതുകൊണ്ട് മക്കളെ കൂട്ടിപ്പിടിച്ച് അവർക്ക് തർബിയത്ത് കൊടുക്കാൻ പറ്റാവുന്ന മേഖലയിൽ നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് പരമാവധി അത് ചെയ്യണം. എന്തും പഠിക്കാം. അതിനൊന്നും ഇവിടെ ഇസ്ലാം എതിരല്ല. ഇസ്ലാം അതിനൊന്നും എതിരല്ല. എല്ലാവരും അറബി കോളേജിൽ പോയിട്ട് എല്ലാവരും ഉസ്താദുമാരായി ഇറങ്ങണമെന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷേ ഏതാണെങ്കിലും ഇനി അറബി കോളേജിൽ പഠിച്ചോലും തെറ്റിപ്പോയ ആൾക്കാരുണ്ട്, അത് വേറെ വിഷയം. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ മക്കൾ നമുക്ക് നാളെ ശത്രുവായി വരാൻ പാടില്ല, നമുക്കെതിരെ പ്രാർത്ഥിക്കുന്നവരായി വരാൻ പാടില്ല. നമുക്ക് ഉപകാരപ്പെടണം. അവർ ഒരു ബിസ്മില്ല പറഞ്ഞുകൊണ്ട് ഒരു ചായ കുടിക്കുന്നുണ്ടെങ്കിൽ, ഒരു വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂലി അമ്മക്കാണ്. ഞാൻ മനസ്സിലാക്കണം, അതിൻ്റെ കൂലി അമ്മക്ക. അവർ ബിസ്മില്ല പറഞ്ഞൊരു വെള്ളം കുടിക്കുന്നു, ഒരു മിഠായി തിന്നുന്നുണ്ടെങ്കിൽ, അവർ വലത് കൈ കൊണ്ട് ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂലിയൊക്കെ നമുക്കാണ്. നമ്മളാണ് അവരെ ശിക്ഷണം നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് അതിലൂടെയെല്ലാം നമ്മൾ കൊണ്ടുപോകണം. ഈ പ്രാർത്ഥനയിൽ അതെല്ലാം ഉണ്ട്. 15ഓളം കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും? അയാളെ കർമ്മനിരതനാക്കുന്നു. അയാൾ ഇസ്ലാമികമായ കാര്യങ്ങളിൽ വളരെ സജീവമായിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, എങ്ങനെയാണ്, എപ്രകാരമാണ്
അതുണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീക്ക് നൽകുമെന്നാണ്. തൗഫീക്ക് ഉണ്ടാവും. അപ്പോൾ അള്ളാഹു ഒരാൾക്ക് ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ എന്തുണ്ടാവും നിങ്ങൾ? അള്ളാഹ് ചെയ്യും. തൗഫീഖ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നൽകുന്നതാണ്. വഫഖ യുഫഫിഖ് അത് അറബി വേറെ പഠനമാണ്. ഞാൻ പറഞ്ഞാൽ അത് അള്ളാഹു തരുന്ന ഒരു തൗഫീഖാണ്. പക്ഷെ നമുക്കതിൽ ആഗ്രഹം ഉണ്ടാകണം. അത് വെറുതെ ഇങ്ങനെ കിട്ടൂല. നമുക്കൊരു ആഗ്രഹം. നമ്മുടെ നാട് അല്ലേ, നമ്മുടെ നാട്ടിൽ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. പക്ഷെ അവരെ വിശ്വാസം എന്നുള്ളത് എന്താണ്? അത് ശരിയാണ്, നമ്മൾ അഖീദ ശരിയാണോ അല്ലേ? അപ്പം നമ്മളിപ്പം ഇവിടെ ഒരു പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ ഇവിടുത്തെ ആൾക്കാരിങ്ങനെ കുറച്ച് ആൾക്കാരിങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നൊരവസ്ഥ. നമ്മളിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്ന് വണ്ടി നിർത്തി കണ്ടൊന്ന് പള്ളിക്ക് നിസ്കരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിക്കാഹോ ഒരു മയ്യത്തൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പള്ളിയിൽ പോകുന്നൊരവസ്ഥ, ഒരു അന്വേഷണം, ഇതൊക്കെയുള്ളൂ സാധാരണ. അതല്ല, നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ എന്താണ്, അത് നമുക്ക് അത്യാവശ്യമാണ്. എല്ലാവർക്കും, അത് ഇന്ന ആളൊന്നുമില്ല, എല്ലാവർക്കും. ഒരാൾക്ക് ചിലപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ, കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നടന്നു പോകാൻ വേറെ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്താണ്? ഈ കൂട്ടായ്മയെ ബലപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ അങ്ങോട്ട് പോയി അന്വേഷിക്കണം അല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ, എനിക്കെന്തെങ്കിലും ഇവിടെ റോളുണ്ടോ അല്ലേ, അത് ചോദിച്ചൂടെ, അന്വേഷിച്ചൂടെ? അതെങ്ങനെ യാന്ത്രികമായി പോകാനുള്ളതല്ല. അതുകൊണ്ട് ചില ആൾക്കാരെങ്ങനെ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മയ്യത്ത് എന്ത് ചെയ്യണം, പള്ളിയിൽ ഖബറടക്കണമല്ലോ, ഖബർസ്ഥാനിൽ ഖബറടക്കണമല്ലോ അല്ലേ, മകൻ്റെ നിക്കാഹ് ഉണ്ടാകുമ്പോൾ അതിന് പോകണം. അപ്പോൾ പോയാൽ പോരല്ലോ. ആ നിലക്ക് ഇങ്ങനെ മഗ്‌രിബിന് അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ ഒരു ജമാഅത്ത് മഗ്‌രിബിന് മാത്രം, അസറും ളുഹൂറും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിനൊന്നും പോകില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഒരു അല്ലേ ബോധിപ്പിക്കാൻ വരവ്, അതല്ല, മറിച്ച് നമ്മളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് പ്രവർത്തിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ എന്താക്കണം, നമ്മളത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകണം. തിന്മ കണ്ടാൽ അതിനെന്ത് ചെയ്യണം, അത് വേരോടെ പിഴുതെറിയാനുള്ള സംവിധാനം ഉണ്ടാകണം. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ആൺകുട്ടികളും നമ്മുടെ പെൺകുട്ടികളൊക്കെ വളരെ മോശമായ അവസ്ഥയിലാണ്. ആൺകുട്ടികളൊക്കെ മയക്കുമരുന്നിൻ്റെ പിന്നെ എല്ലാ നിലക്കുമുള്ള ഉപയോഗങ്ങൾ ചെറുതും വലുതുമായ കുട്ടികൾക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പലതും കഴിഞ്ഞ് മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല, അവിടെ ജാതി മത ഭേദമന്യേ ശരിക്കൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി, മഹലിൽ കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട് വിടാന്തരം കയറിയിട്ട് എന്ത് ചെയ്യണം, അതിനൊക്കെയുള്ള നല്ല ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം, ശ്രദ്ധിക്കണം എന്നാണ് അതിനോടൊപ്പം സൂചിപ്പിക്കുന്നത്. നമുക്ക് സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ ഈ ഒരു ഇസ്സത്തുണ്ടല്ലോ, ഈ ഒരു പ്രതാപമുണ്ടല്ലോ, അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയ ഈമാൻ എന്ന് പറയുന്നത്. ഈ ഈമാനെ നമ്മൾ നിലനിർത്തുക. ഇതൊക്കെ ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈമാൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിന്ന് വന്നു പോയിട്ടുള്ള ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാവിധ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. വ്യാധികളിൽ നിന്നും തീരാത്ത വേദനകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ووالدنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك رحمة الله.